നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായുടെ സ്റ്റേഷൻ 29 യാദൃശ്ചിക ഭാഗ്യം. യാദൃശ്ചിക സംഭവങ്ങൾ ഭാഗ്യമാകുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടെ യാദൃശ്ചികമായി സംഭവിക്കാറില്ലേ? യാദൃശ്ചികമായി വരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സെറൻഡിപ്പിറ്റി, യാദൃശ്ചിക ഭാഗ്യം എന്ന വാക്ക് 17ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് എഴുത്തുകാരനായ ഹോറസ് വാൾപോളാണ് ആദ്യം പ്രയോഗിക്കുന്നത്. ദ ത്രീ പ്രിൻസസ് ഓഫ് സെറൻഡിപ്പ് എന്ന പേർഷ്യൻ നാടോടി കഥയിലെ കഥാപാത്രങ്ങൾ. യാത്രക്കിടയിൽ യാദൃശ്ചികമായി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം സുഹൃത്തിന് ഒരു എഴുത്തെഴുതി. എന്നാൽ ഈ 3 രാജകുമാരന്മാരും നിധിയുള്ള കൊട്ടാരത്തിൽ ഭാഗ്യം വരാൻ വേണ്ടി ഒന്നും ചെയ്യാതെ കാത്തിരുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളിലും തങ്ങളുടെ ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ച് അവർ നിധിക്കുവേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു. ഒന്ന് തിരയുമ്പോൾ മറ്റൊന്ന് കണ്ടെത്തിയാൽ അതാവും തന്റെ ആവശ്യങ്ങൾക്ക് താൻ തിരയുന്നു എന്ന് കരുതിയ സാധനത്തേക്കാൾ നന്നാവുക എന്ന് തിരിച്ചറിയുക. ലോറൻസ് ബ്ലോക്ക്. യാദൃശ്ചികത മായാജാലമല്ല. ശാസ്ത്രലോകത്ത് പല കണ്ടുപിടുത്തങ്ങളും നടന്നത് യാദൃശ്ചികമായിട്ടാണ്. ഏറ്റവും നല്ല ഉദാഹരണം പെൻസിലിൻ എന്ന കണ്ടുപിടുത്തമാണ്. ഫ്ലെമിംഗ് തന്റെ പരീക്ഷണശാലയിൽ വെച്ച് മറന്നുപോയ പെട്രി ഡിഷ് ബാക്ടീരിയ വളർത്താൻ ഉപയോഗിക്കുന്ന പാത്രം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അതിലുള്ള എന്തോ ഒന്ന് ബാക്ടീരിയകളെ കൊല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ശ്രദ്ധിക്കാതെ വിടുന്നതിന് പകരം അദ്ദേഹം അതേക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആധുനിക മരുന്ന് കമ്പനികളെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്: ആസൂത്രിതമായി ചെയ്ത കാര്യങ്ങളൊന്നും നല്ല ഫലം തന്നിട്ടില്ല. അതുകൊണ്ട് അപ്രതീക്ഷിതവും യാദൃശ്ചികവുമായ സംഭവങ്ങൾ അവർ തങ്ങളുടെ ഗവേഷണ രീതിയിൽ ഉൾപ്പെടുത്തുന്നു. ഇത് യാദൃശ്ചികമായി ഉണ്ടാവുന്ന ഭാഗ്യത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇത് മായാജാലമല്ല. ഫ്ലെമിംഗ് ആ പാത്രം ദൂരെ കളഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ലെങ്കിൽ അദ്ദേഹം വളരെ വൃത്തിയായിട്ടാണ് തന്റെ പരീക്ഷണശാല വെച്ചിരുന്നുവെങ്കിൽ ബാക്ടീരിയ നിറച്ച ഒരു പാത്രം മേശയിൽ വെച്ചിട്ട് പോകുമായിരുന്നു. നാടകത്തിൽ നടന്മാരെപ്പോലെ ഈ യാദൃശ്ചിക ഭാഗ്യത്തിന് നമ്മളുടെ പരിപൂർണ്ണ ശ്രദ്ധ ആവശ്യമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തിനേയും ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും അസാധാരണമായ സംഭവങ്ങളെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുകയും വേണം. അവ പ്രത്യക്ഷത്തിൽ കാണുന്ന തെറ്റുകളോ അപ്രസക്തങ്ങളായ അവസരങ്ങളോ ആവാം. ചിലപ്പോൾ ആവില്ല. ആകസ്മികങ്ങളെ സ്വീകരിക്കൂ. ആരെങ്കിലും യാത്രയ്ക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കക്ഷി തന്റെ ഗവേഷണശാലയിലേക്ക് ക്ഷണിച്ചിട്ട് തിരക്കുമൂലം നിങ്ങൾ പോകാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പരിപാടിക്ക് വെള്ളിയാഴ്ച ക്ഷണിച്ചതുകൊണ്ട് പോകാതിരുന്നിട്ടുണ്ടോ? ഇത്തരം ക്ഷണങ്ങളെ സ്വീകരിക്കാതിരിക്കരുത്. കാരണം നിങ്ങളുടെ ഇക്കിഗായ് ഉണർത്തുന്ന പ്രചോദനം അവിടെ നിന്ന് ലഭിച്ചേക്കാം. നിങ്ങൾക്കറിയില്ല എന്നത് നമ്മൾക്കറിയില്ല എന്ന് കണ്ടുപിടിക്കാൻ യാദൃശ്ചികതയ്ക്ക് സാധിക്കും. അജ്ഞാതമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഓടിമറയും. കാരണം പരിചിത സ്ഥലങ്ങളും സാധനങ്ങളും നമുക്ക് സുരക്ഷിതത്വം തരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ സുരക്ഷിത വലയത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾക്കറിയില്ല എന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല. ഇത്തരം യാദൃശ്ചിക സംഭവങ്ങൾ ഉണ്ടാവാനായി സംഭവങ്ങൾ ഉണ്ടാക്കണം. ഇതിന് ഏറ്റവും നല്ല വഴി ലോകത്തിന് സൂചനകൾ കൊടുക്കൂ എന്നാണ്. ഇതാ ഞാനിവിടെയുണ്ട്, ഇത് ഞാനാണ്, ഇതാണ് എനിക്കിഷ്ടം, ഇത് ചെയ്യാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഒരു ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് TV കാണുകയാണെങ്കിൽ ആരും നിങ്ങളുടെ അടുത്ത് വരില്ല. ഒന്നും സംഭവിക്കുകയുമില്ല. ആരോടും പറയാതെയും വിളിക്കാതെയും കാപ്പി കുടിക്കാൻ പുറത്തുപോയാൽ ഒറ്റയ്ക്കിരുന്ന് പത്രം വായിച്ച് സമയം കളയേണ്ടി വരും. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. യാദൃശ്ചികതയ്ക്ക് ചലനാത്മകമായ ഒരു ശക്തി ആവശ്യമാണ്. പുറത്തിറങ്ങി നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത പലതിനെയും ഉത്തേജിപ്പിച്ച് സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇവയിലാവും യാദൃശ്ചികമായി ഭാഗ്യം വരുന്നത്. യാദൃശ്ചികമായ ഭാഗ്യത്തിലേക്ക് 3 വഴികൾ. യാദൃശ്ചികത ഉണ്ടാക്കാനുള്ള രീതിയെ 3ആയി തിരിക്കാം. ലോകത്തിന് സൂചനകൾ നൽകുക. നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നും നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും ഇതാണ് എന്നും ലോകത്തെ അറിയിക്കുക. ജീവിതത്തിൽ ആകസ്മിക സംഭവങ്ങൾ ഉണ്ടാക്കുക. പുറം ലോകത്തേക്ക് ഇറങ്ങുക. അതിലേറ്റവും പ്രധാനം ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എത്തുക എന്നതാണ്.
ലോകത്തിന് സൂചന നൽകുന്നത് സമൂഹമാധ്യമങ്ങളിൽ എഴുതുക. 1% കുറവ് ആളുകൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി 99% മുകളിലാവും നിൽക്കുക. നിങ്ങളുടെ മനസ്സിലുള്ളതോ കണ്ട സിനിമയെക്കുറിച്ചോ പറയുക. കണ്ട രസകരമായ ഏതെങ്കിലും സ്ഥലത്തിന്റെ ചിത്രം ഇടുക. നിങ്ങൾ വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാരന് ഒരു ഇമെയിൽ അയയ്ക്കുക. അല്ലെങ്കിൽ കണ്ട സിനിമയുടെ ഡയറക്ടർക്ക് സമൂഹമാധ്യമം വഴി ഒരു സന്ദേശം അയയ്ക്കുക. അവർ മറുപടി തന്നില്ലെങ്കിലും നിങ്ങളുടെ സന്ദേശം അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മറുപടി അയയ്ക്കുകയാണെങ്കിലോ? ഒരു ബിസിനസ് കാർഡ് ഉണ്ടാക്കുക. ജപ്പാനിൽ അതില്ലാത്ത ആരുമുണ്ടാവില്ല. നിങ്ങളുടെ ഇക്കിഗായിയെ സഹായിക്കാൻ കഴിവുള്ള എല്ലാവർക്കും അത് നൽകുക. ആരെങ്കിലും തങ്ങൾക്ക് കാർഡ് തരികയാണെങ്കിൽ അടുത്ത ദിവസം അവർക്കൊരു ഇമെയിൽ അയയ്ക്കുക. നിങ്ങൾ സാധാരണയായി സഹായിക്കുന്ന ഒരു വ്യക്തിക്ക് സഹായം നൽകുക. സഹായം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിന് സഹായം ചോദിക്കുക. ജീവിതത്തിൽ ആകസ്മിക സംഭവങ്ങൾ ഉണ്ടാകുന്നത് പരസ്പരം പരിചയമില്ലാത്ത ആളുകളെ ക്ഷണിച്ച് ഒരു വിരുന്നൊരുക്കുക. പരിചയമില്ലെങ്കിലും നല്ലൊരു സുഹൃത്താവും എന്ന് ബോധ്യമുള്ള ആരെയെങ്കിലും ഒപ്പം കാപ്പി കുടിക്കാൻ ക്ഷണിക്കുക. പരസ്പരം പരിചയമില്ലാത്ത 2 പേർ അവർ ഒന്നിക്കുന്നത് നല്ലതാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദല്ലാളാവുക. അത്ഭുതപ്പെടുത്തുന്ന ഒരു ആശയം വെച്ച് ഒരു പാർട്ടി സംഘടിപ്പിക്കുക. നിങ്ങൾ ഒരു കമ്പനിയുടെ ഭരണസമിതിയിലെ അംഗമാണെങ്കിൽ പരിസരങ്ങൾക്ക് മാറ്റം വരുത്തി ജോലിക്കാർക്ക് പരസ്പരം കൂടുതൽ പരിചയപ്പെടാനുള്ള അവസരമുണ്ടാക്കുക. ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കാനുള്ള ഒരു ഇടമുണ്ടാക്കുക. അവിടെ അവർ കൂടുതൽ സമയം സംസാരിക്കുകയും ആശയങ്ങൾ കൈമാറുകയും ചെയ്യും. ആപ്പിൾ അവരുടെ പുതിയ ആസ്ഥാനം ആപ്പിൾ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വൃത്താകൃതിയിലാണ്. എല്ലാ വിഭാഗത്തിലുമുള്ള ജീവനക്കാർക്ക് പരസ്പരം കാണുവാനുള്ള സൗകര്യം ഇത് നൽകുന്നു. മരിക്കുന്നതിന് മുമ്പ് തന്റെ ജീവനക്കാരുടെ ഇടയിൽ യാദൃശ്ചിക കണ്ടുമുട്ടലുകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ സ്റ്റീവ് ജോബ്സ് ആർക്കിടെക്റ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആളുകൾ സമൂഹമാധ്യമങ്ങളിൽ എഴുതുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് എഴുതിയത് വായിക്കുക. പരിചിതമല്ലാത്ത വിഷയങ്ങൾ മനസ്സിൽ ആശയങ്ങളുടെ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കും. നിങ്ങൾ സാധാരണയായി വായിക്കാത്ത സാഹിത്യശാഖയിൽ നിന്ന് ഒരു പുസ്തകം വായിക്കുക. പുതിയ ഒരു വിജ്ഞാനശാഖ പഠിക്കുക. പുതിയ ഒരു അറിവോ വിദ്യയോ ഭാഷയോ വിനോദമോ പഠിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളെ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എത്തിക്കും. മുമ്പ് ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുക. പുറം ലോകത്തേക്ക് ഇറങ്ങുക. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എത്തുക. നിരന്തരം യാത്ര ചെയ്യുക. സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുക. അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുള്ള സ്ഥലത്ത് പോയി അവരുടെ നാട് ചുറ്റിക്കാണുക. ചെറിയ യാത്രയാണെങ്കിൽ വാഹനത്തിൽ പോകാതെ നടക്കാൻ ശ്രമിക്കുക. ചുറ്റുമുള്ള കാഴ്ചകൾ ശ്രദ്ധിക്കാൻ കഴിയും. പതിവ് വഴി വിട്ട് മറ്റൊരു വഴിയിലൂടെ ജോലിക്ക് പോകുക. മുമ്പ് പോകാത്ത റെസ്റ്റോറന്റിലേക്ക് പോകുക. താങ്ക് യു.